അങ്ങനെ ബ്രഹ്മയുഗം റിലീസ് ചെയ്തിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ്. മലയാളം സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് അല്ലെങ്കിൽ ലോക സിനിമയ്ക്ക് നൽകിയ ഒരു മോഡേൺ ഡേ ക്ലാസിക് എന്ന് നിസ്സംശയം വിളിക്കാവുന്ന ഒരു ചിത്രമാണ് ബ്രഹ്മയുഗം. അതതിൻ്റെ ഐഡിയ ആയിക്കോട്ടെ, ആ ഐഡിയയുടെ വെച്ചുള്ള സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, എക്സിക്യൂഷൻ ആയിക്കോട്ടെ, പെർഫോമൻസസ് ആയിക്കോട്ടെ, ടെക്നിക്കൽ സൈഡ് ആയിക്കോട്ടെ, എല്ലാം ഒരേപോലെ മികച്ചു നിന്നൊരു ചിത്രമാണ് ബ്രഹ്മയുഗം. അപ്പോൾ ബ്രഹ്മയുഗം ഇപ്പം ലഭിച്ചിരിക്കുന്ന അംഗീകാരങ്ങൾ എന്തുമായിക്കോട്ടെ, അത് ബോക്സ് ഓഫീസ് നമ്പേഴ്സിൻ്റെ വെച്ചിട്ടാണെങ്കിലും, അല്ലാതെ അതിൻ്റെ റിവ്യൂസും ആൾക്കാർ പിന്നീട് ആഘോഷിക്കപ്പെട്ടതും, അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം, ഈ അടുത്ത് UK ഫിലിം സ്കൂളിൽ പോലും ഈ ഒരു സിനിമ റെഫർ ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതിലേറെ അർഹിക്കുന്നുണ്ട് ഈ സിനിമ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇപ്പം ഒരു 60 കോടി രൂപയോളം ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടി വേൾഡ് വൈഡ്. നമുക്കറിയാം, ഇത് റിലീസ് ചെയ്യുന്നതിന് 1 വീക്ക് മുമ്പാണ് പ്രേമലു റിലീസായത്. അപ്പോൾ അത് ഒരു ഫാക്ടറാണ്. അതിനുശേഷം തൊട്ടടുത്ത വീക്ക് തന്നെ മഞ്ഞുമൽ ബോയ്സ് റിലീസ് ചെയ്തു. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ പ്രേക്ഷകർ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കൂടിയ ആ 2 ചിത്രങ്ങളിലേക്കാണ് കൂടുതലായിട്ട് പോയത്. എന്നിരുന്നാലും ഒരു ഇന്ത്യയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പെർഫോം ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് രീതിയിലാണ് നമ്മുടെ ബ്രഹ്മയുഗം പെർഫോം ചെയ്തതും ബോക്സ് ഓഫീസിലെ സിനിമ സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു. അതൊക്കെ നല്ല കാര്യമാണ്, വലിയ നേട്ടമാണ്. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇത്രയും നല്ലൊരു സിനിമ ചെയ്തിട്ട് അതൊരു 75 കോടി രൂപയ്ക്ക് മുകളിലെങ്കിലും കളക്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത് അമ്മാതിരി സാധനമാണ്. അതൊരു സംസാരത്തിൻ്റെ ആവശ്യമില്ല. രാഹുൽ സദാശിവൻ ക്രിയേറ്റ് ചെയ്തത് ഒരു മാസ്റ്റർ പീസാണ്. അത് ഇതിലും കൂടുതൽ ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ടിരുന്നെങ്കിൽ, അത് കളക്ഷൻ മാറ്റി വെച്ചേക്ക്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത്ര ആൾക്കാർ തിയേറ്ററിൽ കണ്ടത് വെക്കുക, അതിനേക്കാൾ ഒരു 25 to 40% ആൾക്കാർ കൂടുതൽ ഈ സിനിമ കാണേണ്ടതായിരുന്നു. കാരണം ഇത് ഒരു വലിയൊരു സംഭവമാണ് ഈ സിനിമ. അത് വെറുതെ പറയുന്നതല്ല, ഇതൊരു സംഭവം പടമാണ്. കാരണം അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആലോചിച്ചെടുക്കുക എന്ന് വെച്ചോണ്ടല്ലോ, അതൊരു മാസ്റ്റർ ബ്രെയിനേ പറ്റൂ. പിന്നെ അതിനെ ഒരു സിനിമയുടെ രൂപത്തിൽ പ്രേക്ഷകർക്ക് നൽകി അവരെ അതിൽ ആ കണ്ടൻറ്റ് മനസ്സിലാക്കി അവർക്കത് വർക്കൗട്ടാക്കി എടുത്തെങ്കിൽ രാഹുൽ സദാശിവൻ ചെയ്തത് ഒരു വലിയൊരു മാസ്റ്റർ ക്ലാസ് തന്നെയാണ്. അതുകൊണ്ട് എന്താ പറയുക, ഇതിൽ കൂടുതൽ ആൾക്കാർ ഈ ഒരു അദ്ദേഹം എടുത്തൊരു എഫേർട്ട് തിയേറ്ററിൽ പോയി കാണേണ്ടതായിരുന്നു. അത് ബാക്കി എല്ലാവരും മാറ്റി നിർത്തിയേക്ക്, ആക്ടേഴ്സോ പ്രൊഡ്യൂസറോ ടെക്നിക്കൽ സൈഡോ എല്ലാം മാറ്റി വെച്ചേക്കെ. പക്ഷേ രാഹുൽ സദാശിവൻ എന്ന വ്യക്തി, അദ്ദേഹം ഇത് ചിന്തിച്ച് എക്സിക്യൂട്ട് ചെയ്ത് പൊരിപ്പിച്ച് നമുക്ക് തന്നതിൽ ഇനിയും ആൾക്കാർ തിയേറ്ററിൽ പോയി കാണേണ്ടതായിരുന്നു. അതൊരു വലിയൊരു സത്യമാണ്. അതിനി ആരെന്തൊക്കെ പറഞ്ഞാലും അതൊരു വലിയൊരു ട്രൂത്താണ്, നേക്കഡ് ട്രൂത്ത്. അതിനകത്തിലൊരു ഇതുണ്ട്. കാരണം അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട സിനിമയാണ് അദ്ദേഹം ചെയ്തു വെച്ചത്. ഭയങ്കര സംഭവമാണ്. ഞാൻ പിന്നെ റിപ്പീറ്റ് പറയുന്നത്, വലിയൊരു സംഭവമാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ അതിനുള്ള അത്രയും ആൾക്കാർ തിയേറ്ററിൽ പോയി കാണാത്തത് ഒരു വലിയൊരു ഇത് തന്നെയാണ്, ഒരു മൈനസ് മാർക്ക് തന്നെയാണ്. പിന്നീടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ, മലയാളികൾ ഈ സിനിമയെ കുറേയും കൂടെ റേറ്റ് ചെയ്യണം. അതായത് ഇപ്പം നമ്മൾ റേറ്റ് ചെയ്യുന്നതൊക്കെ സൂപ്പറായിട്ട് തന്നെയാണ്, അത് സത്യമാണ്. പക്ഷേ ഇതിനേക്കാളും കൂടുതലായിട്ട് ഈ ഒരു സിനിമ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ വേണ്ടിയിരുന്നൊരു സിനിമയാണ് ഈ ബ്രഹ്മയുഗം. അതായത് ഈ സിനിമയുടെ ഒരു വാലിഡിറ്റി, അല്ലെങ്കിൽ ഈ സിനിമയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്ന ആ ഒരു ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ഹാവ് ബീൻ മോർ. പക്ഷേ നമുക്ക് ഔട്ട്സൈഡ് ഓഡിയൻസും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇത് നമ്മളെക്കാളും കൂടുതലായിട്ട് അവർ ചർച്ച ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ട്വിറ്ററിലും അല്ലെങ്കിൽ റെഡിറ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ. അപ്പോൾ ഇനിയുള്ളത് വെച്ചാൽ അവാർഡാണ്. അപ്പോൾ അതിൽ മമ്മൂക്കയ്ക്കൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ രാഹുലിന് അത് സ്റ്റേറ്റ് ആയാലും നാഷണൽ ആയാലും അദ്ദേഹത്തിന് ഒരു റെക്കഗ്നിഷൻ കിട്ടണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. കാരണം ഇദ്ദേഹം ചെയ്ത് വെച്ചതൊരു വലിയ സംഭവമാണ്. അതാണ് എപ്പോഴും പറയുന്നത്. കാരണം ഇത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു വമ്പൻ പരിപാടിയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ ബ്രഹ്മയുഗം ഇതിലേറെ അർഹിക്കുന്നു. അത് ബോക്സ് ഓഫീസ് വൈസ് ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇതിലേറെ അർഹിക്കുന്ന സിനിമയാണ്. അപ്പോൾ ഇനിയും അവാർഡിൻ്റെ കാര്യത്തിലെങ്കിലും ചെല്ലുമ്പോൾ രാഹുലിന് അതെല്ലാം കിട്ടണം. കാരണം അദ്ദേഹം ചെയ്തു വെച്ചത് അത്രയും കഷ്ടപ്പെട്ട് അത്രയും വലിയൊരു സംഭവം അദ്ദേഹം ചിന്തിച്ചെടുത്ത് അത് എക്സിക്യൂട്ട് ചെയ്തത് വലിയൊരു നേട്ടമാണ്. അത് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല, അത്രയും വലിയ നേട്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രാർത്ഥന.